അപ്പൊ നമ്മളെ ചാലിക്കരുണ്ട്, ഞങ്ങള് തിരിച്ചു വരികയാണ്. ചാലിക്കര എന്തൊക്കെയാണ് ലഹരി വിരുദ്ധത്തിനെ കുറിച്ച് പറയാനുള്ളത്? സുഖം തന്നെ, സുഖം തന്നെ. എന്തെന്നായാലും ഞാന് 40-45 വയസ്സ്, എനിക്ക് 45 വയസ്സായി. ലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ. അതെ. അപ്പോ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരു മാർഗം മാത്രമേ ഉള്ളൂ എന്റെ അടുത്തുള്ളൂ. അതെ. അപ്പൊ ഈ പുതിയ തലമുറയില് ഇപ്പൊ അധികം ലഹരി, MDM, കഞ്ചാവ്, അതുപോലെ തന്നെ പല ഡ്രഗ്സും കുട്ടികളൊക്കെ വലിച്ചു തുടങ്ങുന്നതിന് ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പിന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും തൂങ്ങുന്നതിനുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കൂട്ടുകെട്ടില് മാത്രമല്ല, സ്വയം വ്യക്തിത്വം തെളിയിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. അതെ, അതായത് ചാലിക്കര എന്തെങ്കിലും ലഹരിയൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഡ്രിങ്ക്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ലഹരി? അപ്പൊ മുമ്പ് ഒരു ഗാനമേള സമയത്ത് എനിക്കൊരു പല്ലുവേദന വന്നപ്പോ പിന്നെ ഞാന് ആ സമയത്ത് ഒരു പുകല പോലത്തെ സാധനം വന്നിനി. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള് അത് വെച്ചിട്ടാണെങ്കിൽ പല്ലുവേദന മാറുമെന്ന്. അങ്ങനെ പല്ലുവേദനയും മാറിയില്ല, ഗാനമേളയും കാണാൻ കഴിഞ്ഞില്ല. അവിടുന്ന് നിരസിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പൊ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇത് പറയാൻ പറ്റുമോ ഈ ലഹരിനെ കുറിച്ചിട്ട്? കണക്കില് എല്ലാരും തന്നെ കണക്കില് പിന്നെ അധികം ഈ പണത്തിന്റെ ഇതാണ്. എന്തെങ്കിലും ഒരു പൈസ കിട്ടാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് അത് ഓരോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പൈസ ആയിട്ട് തന്നെ ഏതൊരു പിന്നെ തെറ്റായ മാർഗം ഒരു സ്വീകരിക്കുക. തെറ്റായ മാർഗം സ്വീകരിച്ച് പണം കണ്ടെത്തുക. അതിൽ കൂടി ഒരു മറ്റുള്ള കാര്യങ്ങളും ചെയ്യും, അതിന്റെ കൂടെ ഈ ലഹരിയും ചെയ്യും. പിന്നെ അത് 10% ഭക്ഷണവും കാര്യവും ഒക്കെ നിർവഹിക്കുക പണത്തിന്റെ പേരിൽ. പിന്നെ വീണ്ടും ഒരു 60%, 80%, പിന്നെ 100%-ത്തിലേക്ക് എന്താവും? പിന്നെ ലഹരിയിലേക്ക് മുൻപന്തിയിലേക്ക് നിന്നുകൊണ്ട് അതാണ്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ അതിലേക്ക് അടുപ്പത്തിന് കാരണമാവും. അപ്പോ എന്താ പറയാ, ഇപ്പൊ എന്താ വെച്ചാല് കൂടുതലായിട്ട് ഈ ലഹരി ഉപയോഗിച്ചിട്ട് അച്ഛനും അമ്മേനും തല്ലിക്കൊല്ലുക, സ്വന്തം സഹോദരനെ കൊല്ലുക, പ്രണയിക്കുന്ന പെണ്ണിനില്ല, ഭാര്യനില്ല, ഡ്രഗ്സ് അടിച്ചിട്ട് പലതും ചെയ്യാണ് ഈ ആൾക്കാരില്ലേ. അപ്പോ എന്താ പറയാ, ഇതില് പങ്കെടുത്തപ്പോ ഞങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം വെച്ചാല് ആരും ലഹരി ഒന്നും ഉപയോഗിക്കാതിരിക്കുക, എൻജോയ് ആയിട്ട് ജീവിക്കുക. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതെങ്ങനെ തീർക്കാൻ ചാലിക്കര? ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ ഞാൻ തന്നെ പറയാ. എന്റെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. എന്റെ വീടിന്റെ കാര്യവും അത് ഒരു ഭാഗം ചെയ്യുന്ന കാര്യത്തില് എന്റെ ജ്യേഷ്ഠനാണ് എന്റെ വീടിന്റെ മുന്നിൽ വീടുണ്ടാക്കിയത്. ഓന്റെ വീട് വിറ്റാലേ തറവാടും കൂടി വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത് മൊത്തം ഓൻ തന്നെ കച്ചവടം ചെയ്ത് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാള് ബ്രോക്കർ വന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ അധികം തരാം, ഓനെ ഒഴിവാക്കി, നിന്റെ ജ്യേഷ്ഠനെ ഒഴിവാക്കിയിരുന്നുകൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപ അധികം തരാം, നിങ്ങളെ സ്ഥലം വേറെ ഞങ്ങൾ തന്നേക്കിന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ജ്യേഷ്ഠൻ, അത് എനിക്ക് തരുന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. അത് ഇന്ന കാര്യത്തിനൊന്നുമില്ല, അത് കുറഞ്ഞൊരു 1-2 കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ എനിക്ക് പൈസന്റെ കാര്യത്തിനാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ എനിക്ക് അധികം കിട്ടുന്ന കാര്യത്തിൽ എന്റെ ജ്യേഷ്ഠനെ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം നമ്മളെവിടെയും സമയവും കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞ സാധനം നമ്മൾ പാലിക്കുക. അതാണ് ഒരു ജ്യേഷ്ഠനും അനിയനുള്ള സ്നേഹബന്ധം. ഇപ്പൊ എന്താ ഇപ്പൊ ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു, അനിയൻ ചേട്ടനെ വെട്ടിക്കൊല്ലുന്നു, അങ്ങനത്തെ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇനി ഡ്രഗ്സ് ഉപയോഗിക്കരുത്. ഇത്ര പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ്. അപ്പൊ കാണാം ഗൈസ്. ചാലിക്കര ടാറ്റ കൊടുക്കും. ഓക്കെ ബൈ.